ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 2-ന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സെയിൻറ്റ് സിസീലിയ പ്ലേ ചെയ്യുന്നതെന്ന് ഡ്രൈഡൻ്റെ പോയത്തിനകത്ത് പറയുന്നത്? ഓർഗൻ എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, ഓർഗൻ. ദ ലവർ എ ബാലഡ് എന്നുള്ള പോം എൻഡ് ചെയ്യുന്നത് ഏത് പോയിറ്റിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ്? അലക്സാണ്ടർ പോപ്പിൻ്റെയാണ്. ഷീ സ്റ്റൂപ്സ് ടു കോൺഗർ എന്നുള്ള പ്ലേ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ചാൾസ് ടൗൺസ് ഹെൻഡിനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എലിജി എന്നുള്ള പോയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചോദിച്ചിട്ടുണ്ട്. എലിജി എന്ന് വെച്ചാൽ എന്താണ്? ഡിഫൈൻ എലിജി, അല്ലെങ്കിൽ എലിജി ഇസ് എ പോം ഒക്കേഷൻഡ് ബൈ, അതായത് നമ്മൾ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തിനെ മോൺ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ഒരു പോമാണ് എന്തെന്ന് പറയുന്നത്, എലിജി എന്ന് പറയുന്നത് കേട്ടോ. ആരാണ് സർ ആൻഡ്രൂ ഫ്രീപോർട്ട്? ദ സ്പെക്ടേറ്റർ എന്നുള്ളതിനകത്ത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, അയാളൊരു സക്സസ്ഫുൾ മെർച്ചൻ്റ് ആണ്. പിന്നെ ടൈഗറിന്റെ സിമെട്രിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബ്ലേക്ക് യൂസ് ചെയ്ത അഡ്ജക്റ്റീവ് എന്താണ്? ഫിയർഫുൾ സിമെട്രി എന്നാണ്, ഫിയർഫുൾ. പിന്നെ വാട്ട് ഡസ് ദി കിറ്റൺ ഓൺ ദ വോൾ സ്പോർട്ട് വിത്ത്, അതായത് കിറ്റൺ ഈ ആ വേർഡ്സ്വർത്തിന്റെ പോയത്തിനകത്ത് കിറ്റൺ എന്ത് ഇതുമായിട്ടാണ് കളിക്കുന്നത്, പ്ലേ ചെയ്യുന്നത്? ഫോളൻ ലീവ്സുമായിട്ടാണ്, കൊഴിഞ്ഞു കിടക്കുന്ന ഇലയുമായിട്ടാണ് കിറ്റൺ കളിക്കുന്നത്. റെവറി എന്ന് വെച്ചാൽ എന്താണ്? ഡേ ഡ്രീം എന്നാണ്. ആൻഡ് ലാസ്റ്റ് ഡച്ചസിന്റെ പോർട്രേറ്റ് ആരാണ് പെയിന്റ് ചെയ്തത്? ഫ്രാ പൻഡോൾഫ് ആണ്. ഓക്കെ. പിന്നെ R.L. സ്റ്റീവൻസൺ പറയുന്നത് ടു ബി പ്രോപ്പർലി എൻജോയ്ഡ് എ വാക്കിംഗ് ടൂർ ഷുഡ് ബി എപ്പോൺ, അതായത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ നടക്കണം എന്നുണ്ടെങ്കിൽ, അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോൺലിനെസ്സിൽ അല്ലെങ്കിൽ സോളിറ്റ്യൂഡിൽ വേണം നമ്മളത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വൺസ് ഓൺ ഫീറ്റിലായിരിക്കണം, എന്ന് വെച്ചാൽ ലോൺലി ആയിട്ട് വേണം നമ്മളിതിന് ഇറങ്ങിത്തിരിക്കാൻ. പിന്നെ ഫ്രം ഹാർമണി ഫ്രം ഹെവൻലി ഹാർമണിനകത്ത് ഫിഗർ ഓഫ് സ്പീച്ച് എന്താണിത്? അനഫോറ എന്നുള്ളതാണ്, അതായത് റെപ്പറ്റീഷൻ ഓഫ് എ വേർഡ് ഓർ എ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സക്സസീവ് ക്ലോസസ്, അതാണ് അനഫോറ. ഫ്രം ഹാർമണി ഫ്രം ഹെവൻലി ഹാർമണി, കണ്ടോ? അപ്പോൾ അത് അനഫോറ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് അലിട്രേഷനും ഉണ്ട്, മെറ്റഫറും ഉണ്ട്. ഹാർമണി എന്ന് ഇവിടെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാർമണി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിലുള്ള ഡിവൈൻ ഓർഡർ, അതായത് മ്യൂസിക്കിലും നേച്ചറിലും ഉള്ള ഒരു കൈൻഡ് ഓഫ് ഓർഡർ, ഡിവിനിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ സ്റ്റൂപ്സ് ടു കോൺകർ എന്നുള്ള ടൈറ്റിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയിൻ ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ ഷീ ഹംബിൾസ് ഹെർസെൽഫ്, അതായത് സ്റ്റൂപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? കുനിയുക എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഹംബിൾസ് ഹെർസെൽഫ് ബൈ പ്രിറ്റൻഡിങ്, ഒരു ലോ സ്റ്റേറ്റസ് വിമൺ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് അവളുടെ ലവറിന്റെ ലവ് കോൺകർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ തോമസ് ഗ്രേയുടെ പോയത്തിനകത്ത് ഒലിവർ ക്രോംവെലിന്റെ റോൾ എന്താണ്? നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിൽട്ടന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒലിവർ ക്രോംവെലിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോംവെൽ എന്നുള്ള ആ ഒരു ഇമേജ് കാണിക്കുന്നത് അംബീഷനെ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോയ ഗ്രേറ്റ്നെസ്സിനെയാണ്, അൺറെക്കഗ്നൈസ്ഡ് ഗ്രേറ്റ്നെസ്സിനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ ഹംബിൾ ആയിട്ടുള്ള വില്ലേജ് പീപ്പിളിൽ കുറേ ആളുകൾ, അതിലൊരാൾ ചിലപ്പോൾ ക്രോംവെൽ ആയേക്കാം, അതായത് ക്രോംവെലിനെ പോലെ പ്രശസ്തി കിട്ടേണ്ട ആളുകളായിരിക്കാം. പക്ഷെ അവരുടെ പൊട്ടൻഷ്യൽ, പോവേർട്ടിയും അവരുടെ ആ ഒരു ഇംപവറിഷ്ഡ് ലൈഫും ഉള്ളത് കൊണ്ട് അവരെ ആരും റെക്കഗ്നൈസ് ചെയ്യാതെ അവർ എങ്ങോ മൺമറഞ്ഞു പോയി. പിന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വിൽ ഹണികൂംബ്. വിൽ ഹണികൂംബ് എന്ന് പറയുന്നത് സ്പെക്ടേറ്റർ ക്ലബിൽ ഒരു ചാമിങ് ഫാഷനബിൾ ആയിട്ടുള്ളൊരു മെമ്പറാണ്. എൽഡർലി ആണെങ്കിലും വളരെ പ്രൗഡ് ആൻഡ് ഒബ്സസ്ഡ് ആണ് വിത്ത് കോഡ്ഷിപ്പ് ആൻഡ് മാനേഴ്സ്. പിന്നെ ദ ലാമ്പിലുള്ള ക്രിയേറ്ററിന്റെ ഇമേജ് എങ്ങനെയാണ് കാണിക്കുന്നത്? ക്രിയേറ്ററിനെ ജെന്റിൽ ആൻഡ് കൈൻഡ് ആയിട്ടാണ് കൺസിഡർ പറഞ്ഞേക്കുന്നത്, ലൈക്ക് എ ഷെപ്പേർഡ്. ഇന്നസെൻസും ജീസസ് ക്രൈസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തേക്കുവാണ്. ക്രിയോൾ ബോയിയുടെ ഡിസൈർഡ് പ്രൊഫഷൻ എന്താണ്? പ്രീസ്റ്റ് അല്ലെങ്കിൽ ക്ലർജിമൻ ആവാനാണ് ഈ ക്രിയോൾ ബോയ്ക്ക് ഇഷ്ടം. ഓക്കെ. അദ്ദേഹത്തിന്റെ ലൈഫ് ഗോഡ് അല്ലെങ്കിൽ സർവീസിന് ഡെഡിക്കേറ്റ് ചെയ്യുക. ക്യാരക്ടർ ഓഫ് എലിസബത്ത് ബെനറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എലിസബത്ത് എന്ന് പറയുന്നത് ഇന്റലിജന്റ്, വിറ്റി, ഇൻഡിപെൻഡന്റ് ആൻഡ് കോൺഫിഡന്റ് ആണ്. ഇന്റഗ്രിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആൻഡ് ഷീ ഈസ് നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ഹർ മൈൻഡ്. പിന്നെ ഹൂ ഈസ് സിന്ധ്യ? സിന്ധ്യ എന്ന് പറയുന്നത് മൂൺ ഗോഡസിനെയാണ് പറയുന്നത് കേട്ടോ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ബുക്ക് ദി സെക്കൻഡ് ദ ഗോൾഡൻ ത്രെഡ്. നമ്മുടെ ടെയിൽ ഓഫ് 2 സിറ്റീസിനകത്ത് ബുക്ക് 2നെ കുറിച്ചുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ടൈറ്റിലൂടെ പറയുന്നത് ലൂസി മാനറ്റ് എന്താണ് ടൈറ്റിൽ സിംബലൈസസ് ലൂസി മാനറ്റിനെയാണ്. അതായത് ഗോൾഡൻ ത്രെഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൂസി മാനറ്റ് ആണ്. ഈ ഗോൾഡൻ ത്രെഡ് കണക്ട് ചെയ്യുകയും ആളുകളുടെ ലൈഫിനെ റിഡീം ചെയ്യുകയും ചെയ്യുകയാണ് ഈ ഒരു ടെർബുലന്റ് ആയിട്ടുള്ള ടൈമിൽ ടെയിൽ ഓഫ് 2 സിറ്റീസിൽ. എന്താണ് വിക്ടോറിയൻ കോംപ്രമൈസ്? ആ ടെൻഷൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് പ്രോഗ്രസ്, അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ കോഡ്സ് ഇൻ 19th സെഞ്ചുറി ബ്രിട്ടൻ, അതാണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സൈഡിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, ഒരു സൈഡിൽ സയന്റിഫിക് പ്രോഗ്രസ് ഉണ്ട്, മറ്റൊരു സൈഡിൽ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഉണ്ട്. അപ്പം
എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ടെൻഷൻ ആ ഇറയിൽ ഉണ്ടായിരുന്നു, വിക്ടോറിയൻ പീരീഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവരെല്ലാം ബാലൻസ്ഡ് ആക്കി കോംപ്രമൈസ്ഡ് ആക്കിയാണ് പൊക്കോണ്ടിരുന്നത്. അതാണ് വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് പറയുന്നത്. പിന്നെ വിക്ടോറിയൻ സൊസൈറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റെസ്പെക്റ്റബിലിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം പേഴ്സണൽ ആയിട്ടുള്ള ഡിസയറിനെ ഇവർ ഹൈഡ് ചെയ്തിരുന്നു. റിലീജിയൻ എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, മെറ്റീരിയലിസവും സോഷ്യൽ ഇക്വാളിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എന്താണ് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോ എക്സിസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ലിറ്ററേച്ചർ ആണെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ പീരീഡിലെ പ്രശ്നങ്ങളെല്ലാം എക്സ്പോസ് ചെയ്തിരുന്നു. ചാൾസ് ഡിക്കൻസ് പോലുള്ള റൈറ്റേഴ്സൊക്കെ പുവർ പീപ്പിളിന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു പോന്നു. തോമസ് ഹാഡിയൊക്കെ സോഷ്യൽ നോംസിന്റെ റിജിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് റോൾസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നു. ഇന്റലക്ച്വൽ കാപ്പബിലിറ്റി ഒന്നും ഒരിക്കലും അവരുടെ റിയലൈസ് ചെയ്തിരുന്നില്ല. ക്ലാസ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഫെയ്ത്തിനെ ആര് ചലഞ്ച് ചെയ്തു? സയന്റിഫിക് ഡിസ്കവറീസ് ചലഞ്ച് ചെയ്തു, എസ്പെഷ്യലി ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ. ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്തു? ഈ റിലീജിയസ് ബിലീഫ് കൊണ്ടും റാഷണലിസം കൊണ്ടൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു. ഹിപ്പോക്രസി ആയിരുന്നു മേജർ സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈഡൻ എങ്ങനെ ഒരു റെസ്റ്റോറേഷൻ പോയിന്റായി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ചേഞ്ചിന്റെയും ആർട്ടിസ്റ്റിക്കൽ ചേഞ്ചിന്റെയും ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇദ്ദേഹം എഴുതി തുടങ്ങുന്നത്. ഫോളോയിങ് ദ ഇംഗ്ലീഷ് സിവിൽ വാർ. അദ്ദേഹത്തിന്റെ പോയിട്രിക്കകത്ത് റോയലിസ്റ്റ് വാല്യൂസും ഉണ്ട്, ക്ലാസിക്കൽ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം മൊണാർക്കിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് അബ്സലം ആൻഡ് ആക്വിറ്റോഫ് എന്നുള്ള വർക്കിനകത്ത്. അതുപോലെ തന്നെ അദ്ദേഹം ഓർഡറിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയിക് കപ്ലറ്റ് ആയിരുന്നു ഇദ്ദേഹം മാസ്റ്റർ ചെയ്തിരുന്നത്. സറ്റേഴ്സ് എല്ലാം വളരെ പോയിന്റഡ് ആൻഡ് എലഗന്റ് ആയിരുന്നു. പൊളിറ്റിക്കൽ ഈവൻസ് എന്തെങ്കിലും ഹാപ്പൻ ചെയ്താൽ അപ്പോഴേ അദ്ദേഹം എഴുതുമായിരുന്നു. അങ്ങനെ ക്രൗഡിനെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഡ്രൈഡന്റെ ക്രിറ്റിസിസം ആണ് ഇംഗ്ലീഷ് ലിറ്റററി സ്റ്റാൻഡേർഡിനെ ഷേപ്പ് ചെയ്ത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് എസ്സേ ഓഫ് ഡ്രമാറ്റിക് പോയസി ലിറ്റററി തിയറിക്ക് ഫൗണ്ടേഷൻ ലേ ചെയ്തു. റാഷണലിസം, ഹാർമണി, ഡെക്കോറം ഇൻ ആർട്ട് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഡ്രാമാസ് എല്ലാം ക്ലാസിക്കൽ ട്രാജഡി അല്ലെങ്കിൽ കോമഡിയെ ആയിരുന്നു. ആസ് എ പോയിറ്റ് ലോറെ ഹി റിപ്രസെന്റഡ് ദ ടേസ്റ്റ് ഓഫ് ദ കോർട്ട്. എപ്പോഴും രാജാവിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കോർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു ഇദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ വിർജിൽ അല്ലെങ്കിൽ കുറെ ക്ലാസിക്കൽ ഓതേഴ്സിന്റെ വർക്ക്സ് ഒക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടൺ എക്സ്റ്റംബർ ഓൺ ദ സീഷോറിന്റെ മെയിൻ തീം എന്താണെന്ന്, അതായത് നേച്ചറിന്റെയും ഡിവൈൻ ക്രിയേഷന്റെയും ആ ഒരു സബ്ലൈം പവറിനെ കുറിച്ചാണ് പറയുന്നത്. സീ എന്ന് പറയുന്ന ബോത്ത് ബ്യൂട്ടി ആൻഡ് ഡേഞ്ചർ ആണ്. അപ്പോൾ ആ സീയുടെ വാസ്റ്റ്നെസ് ആൻഡ് ടൈംലെസ്നെസ് പറയുന്നു. ആ സീ കാണുമ്പോൾ ഇവർക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? നമ്മുടെ മൈൻഡാണ് ഓർമ്മ വരുന്നത്. പോം ഓൾസോ ഇവോക്സ് എന്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോമാണ്. ഹ്യൂമൻ ഫ്രെയിലിറ്റിയും നാച്ചുറൽ സ്ട്രെങ്തിനെയും നേച്ചറിന്റെ സ്ട്രെങ്തിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്നുള്ള ആ ഒരു ഫ്രേസിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അത് വേർഡ്സ്വർത്ത് പ്രിഫേഴ്സ് ടു ലിറിക്കൽ ബാലഡ്സിനകത്ത് റൊമാൻറ്റിക് പോയട്രിയെ ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഫ്രേസാണ്. റൊമാൻറ്റിക് പോയട്രിയെ വേർഡ്സ്വർത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് സെന്റൻസ്. വേർഡ്സ്വർത്ത് ബിലീവ് ചെയ്തിരിക്കുന്നത് പോയട്രി ഇമോഷനിലാണ് തുടങ്ങുന്നതെന്നും ഈ ഫീലിംഗ്സ് എല്ലാം ജെന്യൂൻ ആൻഡ് പവർഫുൾ ആണ്, ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല. പിന്നീട് ഈ ഇമോഷൻസിനെയും നമ്മൾ എന്ത് ചെയ്തു? ഓർത്തെടുക്കുവാണ്, റീകളക്ട് ചെയ്യുവാണ് നമ്മൾ വളരെ ട്രാങ്കുലർ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പോയറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഈ ഇമോഷനെ പോയമാക്കി മാറ്റുന്നു. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് പോയട്രിയെ സിൻസിയർ ആൻഡ് മീനിങ് ആക്കി മാറ്റുന്നു. ഓക്കെ, വേർഡ്സ്വർത്ത് കോമൺ ലാംഗ്വേജും ഈ എവരുടെ, അതായത് ഈ ഡെയിലി, അതായത് വളരെ സാധാരണപ്പെട്ട ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും സംസാരിക്കണം, അതായത് എലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, എല്ലാവരോടും അത് ഈക്വലായിട്ട് സംസാരിക്കണം പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചറാണ് ഇദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിരുന്നത്. നേച്ചറാണ് അദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ട്രൂത്ത് ആൻഡ് കംഫർട്ട്. ഇദ്ദേഹത്തിന്റെ പോയട്രിയിൽ ജോയ്, സോറോ ഇതെല്ലാം കാണാൻ സാധിക്കും. ഇനി ക്രിയോൾ ബോയിൽ ഹൗ ദ മിസ്ട്രസ് കെയർഡ് ഫോർ ദ ക്രിയോൾ ബോയ്. ചൂസിങ് എ പ്രൊഫഷൻ എന്നുള്ള വർക്കിനകത്ത് ഈ മിസ്ട്രസ് വളരെ നർച്ചറിങ് ആൻഡ് അഫെക്ഷനേറ്റ് ആണ്. ആൻഡ് ഷീ ട്രീറ്റ്സ് എ ബോയ് വിത്ത് ലവ് ആൻഡ് കെയർ. പക്ഷെ മിയർലി സെർവൻ്റ് ആയിട്ടൊന്നും അല്ല കൺസിഡർ ചെയ്യുന്നത്. ഷീ എഡ്യൂക്കേറ്റ്സ് ഹിം, സപ്പോർട്ട്സ് ഹിസ് ഗ്രോത്ത്, അങ്ങനെ ഫ്രീഡം ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ആൻഡ് മെറ്റേണൽ ആയിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും ഒക്കെയാണ് പെരുമാറുന്നത്. ഇമോഷണൽ ആൻഡ് മോറൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ റേസ് ആൻഡ് ക്ലാസ്സിനോ അതീതമാണ് ഇവരുടെ ഈ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടൈഗറിന്റെ ഇമേജറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേഷനെയും ഡിവിനിറ്റിയെയും കുറിച്ചാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ടൈഗറിനെ ബേണിംഗ് ബ്രൈറ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫോറസ്റ്റിൽ. ഫയർ ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് സജസ്റ്റ് എനർജി ആൻഡ് ഡേഞ്ചറിനെയാണ്. ഈ ക്രിയേറ്ററിനെ ബ്ലാക്ക് സ്മിത്ത് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഹാമർ, ചെയിൻ ആൻഡ് അൻവിൽ എന്നുള്ള ഇമേജസ് വെച്ചിട്ട് അത് ഈ സ്ട്രെങ്ത്തിനെയും ഫോഴ്സിനെയും കാണിക്കുന്നു ക്രിയേഷനിൽ. സ്റ്റാർസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്പിയേഴ്സ് ത്രോ ഡൗൺ ചെയ്യുന്നെന്നും ആ ഒരു കോസ്മിക് ആയിട്ടുള്ള ആ ഒരു വണ്ടറിനെയാണ് അത് കാണിക്കുന്നത്. ടൈഗറിന്റെ ഫിയർഫുൾ സിമിട്രി ബ്യൂട്ടിയും ത്രെട്ടിനെയും കാണിക്കുന്നു. ഫോറസ്റ്റ് ഡാർക്ക് ആണ്, മിസ്റ്റീരിയസ് ആണ്. ടൈഗർ ബോത്ത് ഗുഡ് ആൻഡ് ഈവിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിവൈൻ ജസ്റ്റിസിനെയാണ് കാണിക്കുന്നത്.
എന്താണ് ഡ്രമാറ്റിക് മോണലോഗ്? ഒരു പോം സ്പോക്കൺ ബൈ എ സിംഗിൾ ക്യാരക്ടർ ടു എ സൈലന്റ് ലിസണർ. സ്പീക്കറിന്റെ തോട്ട്സും ഫീലിംഗ്സും പേഴ്സണാലിറ്റി അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെന്താണ്, ഡ്രാമയെ ഒരു കുറച്ച് പോയട്രിയെ കുറച്ച് ഡ്രമാറ്റിക് ആക്കുന്ന ഒരു എലമെന്റ് ആണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ ലിറ്ററേച്ചറിലായിരുന്നു പോപ്പുലർ ആയത്. റോബർട്ട് ബ്രൗണിംഗ് ആണ് അതിന്റെ മാസ്റ്റർ. എക്സാമ്പിൾ മൈ ലാസ്റ്റ് ഡച്ചസ്. അപ്പൊ ഇത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ മൈ ലാസ്റ്റ് ഡച്ചസിനകത്ത് ഡ്രമാറ്റിക് എലിമെന്റ്സ് എന്താണെന്ന് എഴുതിക്കോണം. പിന്നെ ലിസ്ണറിന്റെ റെസ്പോൺസസ് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് സ്പീക്കറിന്റെ സംസാരത്തിൽ നിന്ന്. ആ സ്പീക്കറിന്റെ സൈക്കോളജി, മോറൽ കോൺഫ്ലിക്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഗോബ്ലിൻ മാർക്കറ്റിലെ സിസ്റ്റേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ലോറ ആൻഡ് ലിസിയാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രിസ്റ്റിന റോസറ്റിയാണ് ഗോബ്ലിൻ മാർക്കറ്റ് എഴുതിയത്. ദെൻ ലിസി എന്താ പറയുക, ലോറ വളരെ ടെംപ്റ്റഡ് ആവുകയാണ് ഗോബ്ലിൻ ഫ്രൂട്ട് കണ്ടിട്ട്. ആൻഡ് ഷീ ഈറ്റ്സ് ഇറ്റ് ആൻഡ് ഫോൾസ് ഇൻ ടു ഡെസ്പെയർ. ലിസി എന്താണ്, വളരെ പ്യൂർ ആൻഡ് കോഷ്യസ് ആണ്. ലോറ സിക്കായി മാറുമ്പോൾ ലിസിയാണ് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നത്. ആൻഡ് ഈ ലിസിയാണ് ഗോബ്ലിൻസിനെ ബ്രേവായിട്ട് ഫേസ് ചെയ്യുന്നത്. ആ ലിസിക്കും ഫോഴ്സ് ഫീഡ് ഈ ഗോബ്ലിൻ അതായത് ഈ ഫ്രൂട്ട് ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഗോബ്ലിൻസ്. പക്ഷേ ഷീ റെസിസ്റ്റ്. എന്നിട്ട് ജ്യൂസുമായിട്ട് തിരിച്ചു വരുവാണ്. ലോറ കിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഷീ ഈസ് ഹീൽഡ്. സോ അവരുടെ ബോണ്ട്, സിസ്റ്റർലി ലവ് ആൻഡ് സാക്രിഫൈസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഫാന്റസി ആൻഡ് മൊറാലിറ്റി ഉണ്ട്. ടെംപ്റ്റേഷനെയും റിഡംഷനെയാണ് ഈ സിസ്റ്റേഴ്സ് സിംബലൈസ് ചെയ്യുന്നത്. ലിസി ക്രൈസ്റ്റ് ലൈക്ക് സാൽവേഷൻ ആണ് കാണിക്കുന്നത്. അവരുടെ യൂണിറ്റി ഓവർകം ചെയ്യുന്നത് ഈവിളിനെയാണ്. റോസ് പിന്നെ അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ സോൾഡാരിറ്റിയും ലവ്, പ്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്തും ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗസ്റ്റൻ ഏജിനെ കുറിച്ച് പറയാനാണ്. അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത് 18th സെഞ്ചുറി, അതായത് 1700 to 1745 ആണ്. റോമൻ എംപറർ ആയിട്ടുള്ള അഗസ്റ്റസിന്റെ പേരിലാണ് ഈ പേര് അഗസ്റ്റൻ ഏജ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഈ എംപറർ അഗസ്റ്റസിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഗോൾഡൻ ഇറ ഓഫ് പീസ്, ഓർഡർ ആൻഡ് ലിറ്റററി എക്സലൻസ് ആയിരുന്നു. റൈറ്റേഴ്സ് ക്ലാസിക്കൽ റോമൻ ഐഡിയാൽസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുന്ന ഇതായിരുന്നു. ആൻഡ് അതിനെ ഏജ് ഓഫ് റീസൺ എന്നും നിയോ ക്ലാസിക്കൽ ഏജ് എന്നും പറയുന്നുണ്ട്. ലോജിക്, ഓർഡർ ഇതിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇമോഷണൽ ഇമാജിനേഷനോ അല്ലായിരുന്നു. സറ്റയർ ഫ്ലറിഷ് ചെയ്തു. പൊളിറ്റിക്കൽ കറപ്ഷനെയും സോഷ്യൽ കറപ്ഷനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് റൈറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. പ്രോമിനന്റ് റൈറ്റേഴ്സ് അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്, ജോസഫ് ആഡിസൺ ഇവരൊക്കെയായിരുന്നു. പോപ്പിന്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക്, സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് ഒക്കെ എക്സംപ്ലറി വർക്ക്സ് ആണ് ഈ പീരീഡിൽ. ജേർണലിസം ആൻഡ് പീരിയോഡിക്കൽ എസ്സേസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ദ സ്പെക്ടേറ്ററും ദ ടാറ്റ്ലറും. പ്രോസ് കുറച്ചും കൂടി പോളിഷ്ഡ് ആൻഡ് റിഫൈൻഡ് ആയിട്ട് മാറി. ഡ്രാമ ഡിക്ലൈൻഡ് ആയി. പോയട്രി എസ്സേസും ആയിരുന്നു പ്രോമിനന്റ് ആയിട്ട് മാറിയത് കുറച്ചും കൂടി. ലിറ്ററേച്ചർ ഓഫൺ ഡൈഡാക്റ്റിക് അല്ലെങ്കിൽ മോറൽ പേർപ്പസിന് വേണ്ടിയായിരുന്നു, അല്ലാതെ എന്റർടൈൻമെന്റിന് വേണ്ടി അല്ലായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടൈറ്റിൽ എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ലണ്ടൻ ആൻഡ് പാരീസിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഇവിടെ ടു സിറ്റീസ് റിഫേഴ്സ് ടു ലണ്ടൻ ആൻഡ് പാരീസ്. ടു മെയിൻ സെറ്റിംഗ്സ് ഓഫ് ദ നോവലാണ്. ടൈറ്റിൽ എംഫസൈസ് ചെയ്യുന്ന ആ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ഈ രണ്ട് സിറ്റീസിലും നടക്കുന്ന കോൺട്രാസ്റ്റ് ആൻഡ് കണക്ഷൻ ആണ്. ലണ്ടൻ സ്റ്റെബിലിറ്റി, ഓർഡർ ആൻഡ് ഹോപ്പിനെ കാണിക്കുന്നെങ്കിൽ പാരീസ് കെയോസിനെയും വയലൻസിനെയും റവല്യൂഷണറി ചേഞ്ചിനെയും കാണിക്കുന്നു. ഈ ഒരു ഡുവാലിറ്റിയാണ് നോവലിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. റെസറക്ഷൻ, സാക്രിഫൈസ് ആൻഡ് ജസ്റ്റിസ് ആണ്. ലൈഫ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ബോത്ത് സിറ്റീസും ഡീപ്ലി ഇന്റർട്വൈൻഡ് ആണ്. ഡോക്ടർ മാനറ്റ് ഇംപ്രിസൺഡ് ആവുന്നു പാരീസിൽ വെച്ച്. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ, ലണ്ടനിലുള്ള ലൈഫിൽ എഫക്ട് ചെയ്യുന്നു. ചാൾസ് ഡാനെ രണ്ട് സിറ്റീസും തമ്മിൽ ട്രാവൽ ചെയ്യുന്നു, ട്രൈയിങ് ടു എസ്കേപ്പ് ഹിസ് അരിസ്റ്റോക്രാറ്റിക് പാസ്റ്റ്. സിഡ്നി കാർട്ടൺ ലണ്ടനിൽ റിഡംഷൻ ഫൈൻഡ് ചെയ്യുവാണ് ആൻഡ് ഈസ് ഡൈയിങ് ഫോർ ഡാർനെ ഇൻ പാരീസ്. അവസാനം സിറ്റീസ് രണ്ടും റിഫ്ലക്ട് ചെയ്യുന്നത് ഹ്യൂമൻ നേച്ചറിന്റെ ടു സൈഡ്സ് ആണ്, കമ്പാഷനും ക്രൂവൽറ്റിയും. അപ്പോൾ എങ്ങനെയാണ് സൊസൈറ്റിക്ക് ബോത്ത് ഒപ്രഷനും ഹീറോയിസവും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? റവല്യൂഷൻ പാരീസ് എന്ന് പറയുന്നത് ഈ ലണ്ടനിലെ ആളുകളുടെ ഉള്ള ഒരു വാർണിംഗും കൂടിയാണ്. ഓക്കെ. ആൻഡ് ദ സ്റ്റോറി യൂണിവേഴ്സൽ ആണെന്നാണ് ടൈറ്റിൽ ഇംപ്ലൈ ചെയ്ത്. ഇറ്റ് ഇസ് എ ടെയിൽ ഓഫ് നോട്ട് ജസ്റ്റ് ഓഫ് ടു സിറ്റീസ്, പക്ഷേ ലിവിംഗ് ആൻഡ് തിങ്കിങ്ങിന്റെ രണ്ട് വേസിനെ കുറിച്ചുമാണ് ഇത് പറയുന്നത്. എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ചാണ് ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എലിജി എന്താണെന്ന് ആദ്യമേ ഡിഫൈൻ ചെയ്യുക. തോമസ് ഗ്രേയുടെ പോം എന്ന് പറയുന്നത് ഈ ഹംബിൾ റൂറൽ പീപ്പിളിനെ ഒരു കൺട്രി ഗ്രേവ്യാർഡിൽ ബറി ചെയ്തേക്കുന്നു. അവരുടെ ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചുമാണ് ഇദ്ദേഹം ഈ ഒരു പോം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ടൈറ്റിൽ സിംപ്ലി മാച്ച് ചെയ്യുന്ന എന്താണ്? ഈ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പോം, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അവരുടെ മരണത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സെറ്റിംഗ് ഒരു ചർച്ച് യാർഡാണ്, ഈവനിങ്ങിലാണ്, വളരെ കണ്ടംപ്ലേറ്റീവ് മൂഡിലാണ് ഈ പോം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോം ഡസ് നോട്ട് മോൺ ഒരു ഇൻഡിവിജ്വലിനെ അല്ല, കളക്റ്റീവ് ആയിട്ടുള്ള കുറേ മരിച്ചുപോയ ആളുകളെ കുറിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, മോൺ ചെയ്യുന്നത്. ഇതെല്ലാം അൺനോൺ വില്ലേജസ് ആണ്. അവരെല്ലാവരും സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്ത് എങ്ങനെയോ അങ്ങ് മരിച്ചു, അൺനോട്ടീസ്ഡ് ആയിട്ട് മരിച്ചുപോയി. അപ്പോൾ ഈ ഇവരുടെ ഇടയിൽ, ഇങ്ങനെ ഈ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഇടയിൽ ചിലപ്പോൾ ഭയങ്കര മിൽട്ടനെ പോലെയും ക്രോമലിനെ പോലെയും ഗ്രേറ്റ് ആയിട്ടുള്ള കുറേ നല്ല കഴിവൊക്കെയുള്ള ആളുകൾ കണ്ടേനെ.
അവരുടെ ഗ്രേറ്റ്നെസ് പക്ഷേ ആരും അറിഞ്ഞില്ല. ബിക്കോസ് എന്താണ്, അവരുടെ ലൈഫ് വളരെ പോവർട്ടി സ്ട്രിക്കൺ ആയതുകൊണ്ട്. ആൻഡ് വെൽത്തി ആൻഡ് പവർഫുൾ പീപ്പിളിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇത് പറയുന്നുണ്ട്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവർക്കും എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഇവരെല്ലാം നല്ല സമാധാനത്തോടു കൂടിയും സന്തോഷകരമായിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നീട് പോയറ്റിന്റെ ഓൺ മോർട്ടാലിറ്റിയെക്കുറിച്ചും മരണത്തിനെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഹി ഓൾസോ ഇമാജിൻസ് ഹൗ ഹി വിൽ ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. അതാണ് ആ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തൊക്കെ പറയുന്നത്. ഇതൊരു സീരിയസ് ആൻഡ് ഫിലോസഫിക്കൽ മെഡിറ്റേറ്റീവ് പോവമാണ് കേട്ടോ. പിന്നെ മിസ്റ്റർ ബെനറ്റിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നുണ്ട്. പ്രൈഡ് ആൻഡ് പ്രെജുഡിസിനകത്ത് മിസ്റ്റർ ബെനറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ക്യാരക്ടറാണ്. ജെയിൻ ഓസ്റ്റനാണ് എഴുതിയത്. ഫാദർ ഓഫ് എലിസബത്ത് ബെനറ്റ് ആണ് ആൻഡ് ഹസ്ബൻഡ് ടു മിസസ് ബെനറ്റ്. ഇന്റലിജന്റ് ആൻഡ് സർക്കാസ്റ്റിക് ആണ്. ഫാമിലി ഡ്രാമയിലൊക്കെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. റീഡിംഗ് ആണ്, സോളിറ്റ്യൂഡ് ആണ് ഇഷ്ടം, ഡ്രൈ വിറ്റ് ആണ്, കോമിക് റിലീഫ് കൊടുക്കുന്നുണ്ട് നോവലിൽ. പിന്നെന്താണ്, ഈ ഫാമിലി മാറ്റേഴ്സിലൊക്കെ ഇദ്ദേഹം വലിയ ഇൻവോൾവ് ഒന്നും ആവത്തില്ല. അതെല്ലാം അമ്മയാണ് ചെയ്യുന്നത്, ഇവരുടെ വൈഫാണ് ചെയ്യുന്നത്. ഇയാളുടെ വൈഫിനെ എപ്പോഴും മോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതിൽ ഇയാൾ ഫെയിൽ ആവുന്നുണ്ട്. ഫേവറേറ്റിസം എലിസബത്തിനോടാണ് കൂടുതലുള്ളത്, ബിക്കോസ് ഷീ ഈസ് വെരി ഇന്റലിജന്റ്. ലിഡിയെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഫാമിലിയിൽ ആ ലിഡിയ സ്കാൻഡൽ കൊണ്ട് വരുന്നത്. മിസ്റ്റർ ബെനറ്റ് എന്ന് പറയുന്ന ഒരു പേട്രിയാർക്കാണ്. ആൻഡ് ലിഡിയയുടെ എലോപ്മെന്റിന് ശേഷം ഇദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ സെൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പക്ഷെ ഇനിഷ്യേറ്റീവ് ഒന്നും കൊടുക്കുന്ന ആളല്ല. ബട്ട് ഹി ജെന്യൂൻലി ലവ്സ് ഹിസ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇപ്പോൾ ഇയാളെ ഒരു കോംപ്ലെക്സ് ക്യാരക്ടർ പോലെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്.